നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകർ ഒത്തുചേർന്നപ്പോൾ ഒരു കുരുന്നിന് വാസയോഗ്യമായ വീടായി. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. വരന്തരപ്പള്ളി തോട്ടുമുഖം കുടിവെള്ള പദ്ധതിക്ക് സമീപത്തുള്ള കുറുമാലിപ്പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വിതരണം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പിള്ളി, VR രഞ്ജിത്ത്, ജസ്റ്റിൻ ഡൊമിനിക്, ബാബു കൊട്ടേക്കാട്ടുകാരൻ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രനില ഗിരീശൻ, ബിജി ഡേവിസ്, ഷീബ ജോഷി എന്നിവർ നേതൃത്വം നൽകി. അടക്കമുള്ള ചില കുട്ടികൾക്ക് പഠിച്ച് വളർന്ന് വരുവാൻ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്കറിയാം. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഒരു വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുണ്ടായ വളർച്ച കൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ പട്ടിണിയും പ്രയാസങ്ങളും ക്ഷാമവും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ നാട്. ഞങ്ങൾ നല്ലപോലെ പഠിച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ എത്തിച്ച് വേണം ജോലി സമ്പാദിക്കാൻ. നിങ്ങളെ വേണ്ടി ചെറിയ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടിയ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷം. നമ്മളെല്ലാ കൊല്ലവും ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങൾ നമ്മൾ പാവപ്പെട്ട കുട്ടികൾക്ക് വിതരണം ചെയ്യാം. ഇത്തവണ ഒരാഴ്ച വൈകി, സ്കൂൾ തുറന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ചില കുട്ടികളൊക്കെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ കുടകളോ ബാഗുകളോ ഒക്കെ വാങ്ങി കാണും. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ ഒത്തുചേർന്നപ്പോൾ ഒരു കുരുന്നിന് വാസയോഗ്യമായ വീടായി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായാണ് കുരുന്നിന് വീട് നിർമ്മിച്ചു നൽകുന്നത്. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ കോടാലി കോപ്ലിപ്പാടം സ്വദേശിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. KSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. KSTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ 163 വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. കോപ്ലിപ്പാടത്ത് 650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഞായറാഴ്ച നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും. ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. എക്സൈസ് വകുപ്പിൽ വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 135 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 9 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള കർശന പരിശോധന നടത്തും. വിദ്യാലയ പരിസരങ്ങളിൽ തമ്പടിക്കുന്ന ഇത്തരം ശക്തികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, വിദ്യാലയ അധികൃതർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ തുടങ്ങിയവരെ ഏകോപിപ്പിച്ചുള്ള സംഘടിത യജ്ഞമാണ് നടത്തുക. കഠിന പരിശീലനം പൂർത്തിയാക്കിയ 144 പേരുടെ കൂടി സേവനം ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നും മന്ത്രി പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയവരിൽ ബിരുദാനന്തര ബിരുദം 19, ബിടെക് ബിരുദം 35, ബിരുദം 73, PG ഡിപ്ലോമ ഒരാൾ, ടെക്നിക്കൽ വിഷയങ്ങളിൽ ഡിപ്ലോമയുള്ള 8 പേർ, +2 യോഗ്യതയുള്ള 8 പേരും ഉൾപ്പെടുന്നു. 180 പ്രവൃത്തി ദിവസം നീണ്ടുനിന്ന അടിസ്ഥാന പരിശീലനത്തിൽ ആംസ് ഡ്രിൽ, ഡ്രിൽ വിത്തൌട്ട് ആം എന്നിങ്ങനെ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്ക് പുറമെ കമ്പ്യൂട്ടർ പരിശീലനം, എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്കാരി ആക്ട്, NTPS ആക്ട്, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ തെളിവ് നിയമം തുടങ്ങിയ വിഷയങ്ങളിലും പരിശീലനം നൽകി. തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ
എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ PM പ്രദീപ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ R ഗോപകുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പൂത്തോൾ വാർഡ് കൌൺസിലർ സാറാമ റോബ്സൺ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മയക്കുമരുന്ന് ശൃംഖലയാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ കഴിയണമെങ്കിൽ അതിന് ജനങ്ങളുടെ പിന്തുണയും സഹകരണവും എക്സൈസിന് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത തരത്തിൽ വലിയൊരു ജനകീയമായിട്ടുള്ള പ്രസ്ഥാനത്തിന് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത്. അത് ആ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ എക്സൈസ് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെയർമാനായിട്ടുള്ള ഒരു സമിതി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും വിദ്യാലയ തലത്തിലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും ജനങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിനെ തടയാനുള്ള നടപടികളാണ്. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കല്ലൂർ മുസ്ലിം പള്ളി സ്റ്റോപ്പിന് സമീപമാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. ഇരുവശത്തുമുള്ള കാനകൾ മണ്ണുമൂടിയും കാട് കയറിയും കിടക്കുന്നത് മൂലമാണ് വെള്ളക്കെട്ടിന് കാരണം. ഇപ്പോൾ റോഡിലൂടെയാണ് വെള്ളമൊഴുകുന്നത്. തിരക്കേറിയ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം കാൽനട യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. കാലവർഷത്തിന് മുൻപ് കാനകൾ വൃത്തിയാക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെള്ളം കെട്ടിനിന്ന് പലയിടങ്ങളിലും റോഡ് തകർച്ചയുടെ വക്കിലാണ്. കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച റോഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ നാശമാകുന്നത്. ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് SHOയും വളാഞ്ചേരി CIയുമായ UH സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി. ക്വാറി ഉടമയ്ക്കു വേണ്ടി ഗുണ്ടകൾ പരിസ്ഥിതി പ്രവർത്തകനെ ആക്രമിച്ചപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പരിസ്ഥിതി പ്രവർത്തകനെ പ്രതിയാക്കി കേസെടുത്തെന്നാണ് പരാതി. സ്ഥിരം ക്രിമിനലുകളെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ ചുമത്തുന്ന CRPC 107 നിയമം പരിസ്ഥിതി പ്രവർത്തകനെതിരെ പ്രയോഗിക്കാനും CI ശ്രമിച്ചു. ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനായ ഷിനോഷാണ് സുനിൽദാസിനെതിരെ പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബറിൽ സുനിൽദാസ് പുതുക്കാട് SHO ആയിരുന്ന സമയത്ത് ചെങ്ങാലൂരിലെ ക്വാറിക്ക് സമീപം സംഘർഷമുണ്ടായി. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന ക്വാറിയിലേക്ക് പോയ ലോറി പാറമട കുളത്തിലേക്ക് മറിഞ്ഞപ്പോൾ ഉയർത്താൻ ശ്രമിക്കുകയായിരുന്നു ക്വാറി ഉടമയും കൂട്ടാളികളും. കുളത്തിന്റെ മറുകരയിൽ നിന്നും ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഷിനോഷിനെ 4 അംഗ സംഘം ആക്രമിച്ചു. പോലീസ് സ്ഥലത്തുണ്ടായിട്ടും ഇടപെട്ടില്ലെന്നും പരാതിയുണ്ട്. ഷിനോഷിന്റെ മൊഴിയെടുക്കാനോ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. ക്വാറി ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഷിനോഷിനെ പ്രതിയാക്കി കേസെടുത്തു. CRPC 107 വകുപ്പ് പ്രകാരം സമർപ്പിക്കാറുള്ള റിപ്പോർട്ട് ഷിനോഷിനെതിരെ സുനിൽദാസ് കോടതിയിൽ നൽകി. ഇതോടെയാണ് പരാതിക്കാരൻ കംപ്ലയിന്റ് അതോറിറ്റിയെ സമീപിച്ചത്. അടുത്ത മാസം 5-ന് സുനിൽദാസിനോട് ഹാജരാകാൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. വരന്തരപ്പള്ളി തോട്ടുമുഖം കുടിവെള്ള പദ്ധതിക്ക് സമീപത്തുള്ള കുറുമാലിപ്പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നു. പുഴയോരത്ത് കാടുമൂടി കിടക്കുന്ന ഭാഗത്താണ് ചാക്കുകളിലാക്കി മാംസാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നത്. മഴ കനത്തതോടെ ഈ മാലിന്യമെല്ലാം പുഴയിലേക്കാണ് എത്തുന്നത്. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ പുഴയോരം മാലിന്യം തള്ളാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ്. 4 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പമ്പ് ഹൌസിന് സമീപമാണ് മാലിന്യ കൂമ്പാരം. പുഴയോരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിലെ നൃത്തമണ്ഡപത്തിൽ സ്വർഗീയ ദാമോദര സ്വാമികളുടെ 100ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 92ാം ദിവസം രീതി ഗൌളരാഗവർണ്ണത്തിൽ ആടിയ കലാമണ്ഡലം ഗോപിക നാഥിന്റെയും ദേവഗാന്ധാരി രാഗത്തിൽ ത്യാഗരാജസ്വാമി കൃതിയായ ക്ഷീരസാഗര ശയന എന്ന പ്രസിദ്ധ കൃതി RLV ഗീതാ സുനിലിന്റെ ശിഷ്യയും മകളുമായ കുമാരി ഗായത്രി സുനിലിന്റെയും മോഹിനിയാട്ടവും ശിവപഞ്ചാക്ഷരി സ്തോത്രവും ശങ്കരാചാര്യർ രചിച്ച മഹാകാളി കീർത്തനവും ബംഗളൂരുവിൽ നിന്നെത്തിയ നാട്യഭൂഷണം അമൃതഗജവും ശബരിമല ധർമ്മശാസ്താവിന് മുന്നിലെ നൃത്താർപ്പണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 62 വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശി പ്രൊഫസർ ഗായത്രി ജയലക്ഷ്മിയും അങ്കമാലി നൃത്തപ്രിയ ഡയറക്ടർ പ്രിയ കിഷോറിന്റെയും ബാദുഷയുടെയും RLV ഗീതാ സുനിലിന്റെയും ശിഷ്യർ അവതരിപ്പിച്ച കലാക്ഷേത്രം ബാണയിലുള്ള ശ്രീരഞ്ജനി രാഗഗണപതി കൗതുകവും
പ്രഭോ ഗണപതിയും ഹംസാനന്ദി രാഗത്തിലുള്ള ശങ്കര ശ്രീഗിരി നാഥപ്രഭോ എന്ന കീർത്തനവും, ഗരഹര പ്രിയരാഗ ഗണപതിയും രാമമൂർത്തി റാവു രചിച്ച മോഹന കല്യാണി രാഗത്തിലുള്ള സംഗീത സാമ്രാജ്യ സഞ്ചാരണി കീർത്തനവും, കീരവാണി രാഗത്തിൽ മധുരൈ മീനാക്ഷി ദേവിയെ സ്തുതിച്ചും വള്ളിക്കിണ വൻകഥ പറയുന്ന തമിഴ് പരമ്പരാഗത കാവടി ചിന്തും, ആഹിർ ഭൈരവ് രാഗത്തിലെ സദാശിവ ബ്രഹ്മേന്ദ്രയുടെ കൃതി പിബരേ രാമരസവുമെല്ലാം ഭരതനാട്യ അവതരണത്തിൽ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. മാത്രമല്ല സദസ്യരുടെ മുക്തകണ്ഠ പ്രശംസ നേടി. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകർ ഒത്തുചേർന്നപ്പോൾ ഒരു കുരുന്നിന് വാസയോഗ്യമായ വീടായി. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. വരന്തരപ്പിള്ളി തോട്ടുമുഖം കുടിവെള്ള പദ്ധതിക്ക് സമീപത്തുള്ള കുറുമാലിപ്പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.